ദളിതൻ ഭാഗം 6. ഒരു വർഷം ഓടി. കുഞ്ഞുണ്ണിക്ക് 13 വയസ്സ്. 10ാം ക്ലാസ് സിലബസ് മുഴുവൻ തീർന്നു. ജോളിമാഷ് അവനെ കൊണ്ടുപോയി. സർ, ഈ കുട്ടി പ്രൈവറ്റായി എഴുതും. സ്കൂൾ ഹെഡ് മാസ്റ്റർ ചിരിച്ചു. ദളിതൻ കുട്ടി. മാഷ് മേശയിൽ കൈകുത്തി. അവൻ കുഞ്ഞുണ്ണിയാണ്. നിങ്ങളുടെ സ്കൂളിലെ കുട്ടികളെക്കാൾ മാർക്ക് അവൻ വാങ്ങും. പരീക്ഷ ഹോൾ കുഞ്ഞുണ്ണി എഴുതി. പേന തീർന്നില്ല. റിസൾട്ട് വന്നു. കുഞ്ഞുണ്ണി 98%, ജില്ലയിൽ 1ാം റാങ്ക്. അമ്പഴക്കാട് മുഴുവൻ കത്തി. ഹോട്ടലിൽ പണിയെടുത്ത കുട്ടി ഫസ്റ്റ് റാങ്ക്. പരീക്ഷ കഴിഞ്ഞ ദിവസം കുഞ്ഞുണ്ണി ഹോട്ടലിൽ നിന്ന് നേരെ വീട്ടിൽ വന്നു. കട്ടൻ കാപ്പി വെച്ചു. മാഷേ, എന്താ മോനെ? ഞാൻ ജയിച്ചു. മാഷ് ഒന്നും പറഞ്ഞില്ല. ആ കാപ്പി കുടിച്ചു. പിന്നെ എഴുന്നേറ്റ് അവനെ കെട്ടിപ്പിടിച്ചു. 2 പുരുഷന്മാരുടെ കണ്ണു നനഞ്ഞു. പക്ഷേ വാക്കില്ല, ആവശ്യവുമില്ല. അന്ന് രാത്രി ഊണ്. മാഷ് അവന് തന്റെ പാത്രത്തിൽ നിന്ന് കൂട്ടുകറി വിളമ്പി കൊടുത്തു. മോനെ, നീ എന്റെ അഹങ്കാരമാണ്. രാത്രി കുഞ്ഞുണ്ണി മേശപ്പുറത്തിരുന്നു. 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് മുന്നിൽ. ഡയറിയിൽ എഴുതി, ഇന്ന് ഞാൻ 10ാം ക്ലാസ് ജയിച്ചു. എന്നെ തോൽപ്പിക്കാൻ നോക്കിയ ലോകം തോറ്റു. കാരണം എനിക്കൊരു മാഷുണ്ട്. ആ മാഷിന്റെ പേര് ജോളിമാഷ്. ഇവിടെ ജാതിയില്ല, മതമില്ല. ഇവിടെയുള്ളത് സ്നേഹം മാത്രം. ജോളിമാഷ് ജനാലിൽ കൂടി നോക്കി. പുറത്ത് നിലാവ്, അകത്ത് വെളിച്ചം. അവൻ വിളിച്ചു പറഞ്ഞു, മോനെ, ഇനി +2, പിന്നെ ഡിഗ്രി, പിന്നെ. കുഞ്ഞുണ്ണി ചിരിച്ചു. മാഷേ, എവിടെ വരെയൊന്നല്ല മോനെ, നീ എത്ര ഉയർത്തി പോകുമെന്നാണ്. ഒരു വീട്, ഒരു മാഷ്, ഒരു മകൻ. അതായിരുന്നു അവരുടെ ഇപ്പോഴത്തെ സ്വർഗം. രാവിലെ അമ്പഴക്കാട് മുഴുവൻ. മാതൃഭൂമി പത്രം 3ാം പേജ്. 10ാം ക്ലാസ്, ജില്ലയിൽ 1ാം റാങ്ക് കുഞ്ഞുണ്ണി. അമ്പഴക്കാട് 98%. ചിത്രം കൂടിയുണ്ട്. മെലിഞ്ഞ കുട്ടി. കണ്ണിൽ തീ. ചായക്കടയിൽ ബഹളം. ആരടേ കുഞ്ഞുണ്ണി? അവനല്ലേ രാഘവന്റെ മകൻ. ഹോട്ടലിൽ പാത്രം കഴുകിയവൻ. ദളിതനല്ലേ? പത്രം കൈമാറി. വായ മാറി. മനയ്ക്ക് വലിയ മുറ്റം. ആനക്കുട്ടി. തമ്പുരാൻ പത്രം വലിച്ചെറിഞ്ഞു. എടാ കാര്യസ്ഥ, ഇതാരാടാ? കാര്യസ്ഥ പത്രം എടുത്തു നോക്കി. മുഖം കറുത്തു. തിരുമേനി, ഇതാ രാഘവന്റെ മോനാ. പറ്റിയ പോലെ തെരുവിലിറക്കി വിട്ടില്ലേ? അവനാ 1ാം റാങ്ക്. തമ്പുരാൻ എഴുന്നേറ്റു. ദളിതൻ 1ാം റാങ്ക്? നമ്മുടെ മാനം പോയി കാര്യസ്ഥ. ഞാൻ നോക്കിക്കൊള്ളാം തിരുമേനി. കാര്യസ്ഥൻ പല്ലിഞ്ഞെരിച്ചു. അപ്പോഴാണ് ഒരു പഴയ അംബാസഡർ കാർ പൊടി പരത്തി മനക്കലിന്റെ വലിയ ഗേറ്റിന് മുന്നിൽ വന്നു നിന്നത്. ഡ്രൈവർ വാതിൽ തുറന്നു. ആദ്യം ഇറങ്ങിയത് ജോളിമാഷ്. വെള്ള ഷർട്ട്, മുണ്ട്, കയ്യിലൊരു ഫയൽ, പിന്നെ കുഞ്ഞുണ്ണി. വെള്ള ഷർട്ട്, മുഖത്ത് ഭയമില്ല. കയ്യിൽ 10ാം ക്ലാസ്സിന്റെ മാർക്ക് ഷീറ്റ്. 2 പേരും ഗേറ്റിലേക്ക് നടന്നു. നിർത്ത്! കാര്യസ്ഥൻ ഓടി വന്നു. എടാ തെണ്ടി! അവൻ കുഞ്ഞുണ്ണിയുടെ നേരെ വിരൽ ചൂണ്ടി. എന്ത് അധികാരത്തിലാണ് നീ ഇങ്ങോട്ട് കയറിയത്? ഇത് തമ്പുരാന്റെ മനക്കലാണ്, നിന്റെ സ്ഥലമല്ല. കുഞ്ഞുണ്ണി നിന്നു. ഒന്നും മിണ്ടിയില്ല. അപ്പോഴാണ് ജോളിമാഷ് മുന്നിൽ കയറി നിന്നത്. അധികാരം ചോദിച്ചോ? മാഷിന്റെ ശബ്ദം ഇടിമുഴക്കം പോലെ. ഈ കുട്ടി ഇവിടെ കയറാൻ ആർക്കും അനുവാദം ചോദിക്കണ്ട. കാരണം അവൻ നിങ്ങളെക്കാൾ ഉയർന്നവനാണ്. മാഷ് കുഞ്ഞുണ്ണിയുടെ കയ്യിൽ നിന്ന് മാർക്ക് ഷീറ്റ് വാങ്ങി ഉയർത്തിപ്പിടിച്ചു. കാറ്റിൽ അത് പറന്നു. കണ്ടോ? മാഷ് കാര്യസ്ഥന്റെ മുഖത്തേക്ക് നോക്കി അലറി. കണ്ടോ കാര്യസ്ഥ? ഇത് അവന്റെ മാർക്ക് ഷീറ്റ്. 98%, ജില്ലയിൽ 1ാം റാങ്ക്. കാര്യസ്ഥൻ പതറി. അത് പട്ടിയെ പോലെ തെരുവിൽ ഇറക്കി വിട്ടാൽ അവൻ തോൽക്കുമെന്ന് നിങ്ങൾ കരുതിയോ? മാഷ് ചോദിച്ചു. പാതിര കൂട്ടിയിട്ട് ഓലവീട് കത്തിച്ചാൽ അവർ ചാമ്പലാകുമെന്ന് കരുതിയോ? മാഷ് ഒരു പടി മുന്നോട്ട് വെച്ചു. ഇല്ല കാര്യസ്ഥ, ഇത് അവന്റെ വിജയത്തിന്റെ ആദ്യ പടി മാത്രമാണ്. ആദ്യ പടി. ബഹളം കേട്ട് തമ്പുരാൻ വരാന്തയിലേക്ക് ഇറങ്ങി വന്നു. എന്താ ബഹളം കാര്യസ്ഥ? തിരുമേനി, ഈ ദളിതൻ. കാര്യസ്ഥൻ പറഞ്ഞു തുടങ്ങി. തമ്പുരാൻ കുഞ്ഞുണ്ണിയെ നോക്കി. പിന്നെ മാർക്ക് ഷീറ്റിലേക്ക്. മാഷ് തമ്പുരാന്റെ നേർക്ക് മാർക്ക് ഷീറ്റ് നീട്ടി. തിരുമേനി നോക്കൂ, ഇത് നിങ്ങളുടെ തോൽവിയാണ്, ഞങ്ങളുടെ വിജയമല്ല. തമ്പുരാൻ ഒന്നും മിണ്ടിയില്ല. മുഖം തിരിച്ചു. അതുവരെ മിണ്ടാതിരുന്ന കുഞ്ഞിനെ വായ തുറന്നു. അവന്റെ ശബ്ദം ചെറുതായിരുന്നു, പക്ഷെ ഉറച്ചതായിരുന്നു. തമ്പുരാനെ! എല്ലാവരും ഞെട്ടി. അങ്ങെന്നെ പട്ടിയെ പോലെ ഇറക്കി വിട്ടു. ശരി. അങ്ങന്റെ വീട് കത്തിച്ചു. ശരി. പക്ഷെ അങ്ങന്റെ പുസ്തകം കത്തിച്ചില്ല. എന്റെ മാഷിനെ കത്തിച്ചില്ല. അവൻ മാർക്ക്ഷീറ്റ് നെഞ്ചോട് ചേർത്തു. ഇതിന്റെ ആദ്യ പടി മാത്രം. ഞാൻ ഇനിയും കയറും. +2 കയറും, ഡിഗ്രി കയറും, ഡൽഹി കയറും. അന്ന് ഞാൻ തിരിച്ചു വരും. അന്ന് ഞാൻ ഈ ഗേറ്റ് തുറക്കില്ല. ഞാൻ ഈ മതിൽ ചാടും. മുറ്റത്ത് മൗനം. ദളിതൻ ഭാഗം 8. ജോളിമാഷ് കുഞ്ഞുണ്ണിയുടെ തോളിൽ കൈവച്ചു. പോകാം മോനെ, നമുക്കിവിടെ കാര്യമില്ല. 2 പേരും തിരിഞ്ഞു നടന്നു. കാറിൽ കയറി. കാർ സ്റ്റാർട്ടായി. പൊടി പറത്തിപ്പോയി. പിന്നെ നിന്ന് കാര്യസ്ഥൻ അലറി. നീ തിരിച്ചു വരും എന്നോ? വാ, നോക്കി നോക്കാം നമുക്ക്. കാറിന്റെ ചിരിയിലൂടെ കുഞ്ഞുണ്ണി പിന്നോട്ട് നോക്കി. ചിരിച്ചു. കാർ അമ്പഴക്കാട് റോഡിലൂടെ പോയി. ജോളിമാഷ് കുഞ്ഞുണ്ണിയുടെ തലയിൽ തലോടി. മോനെ, പേടിച്ചോ? ഇല്ലച്ചാ. എന്താ ചിരിച്ചത്? അവർ എന്നെ കണ്ടപ്പോൾ പേടിച്ചു അച്ഛാ. ഞാൻ വിജയിച്ചപ്പോൾ അവർ പേടിച്ചു. മാഷ് ചിരിച്ചു. അതേ മോനെ, അറിവുള്ളവനെ കണ്ടാൽ അജ്ഞാനി പേടിക്കും. കുഞ്ഞുണ്ണി ജനാലയുടെ പുറത്തേക്ക് നോക്കി. പത്രം കയ്യിൽ മുറുകി. ഡയറിയിൽ എഴുതി, ഇന്ന് ഞാൻ മനക്കലിൽ കയറി. ഞാനൊന്നും ചോദിച്ചില്ല. ഞാൻ എൻ്റെ മാർക്ക് കാണിച്ചു. അത് മതി. ഇതെന്റെ ആദ്യ പടി. മുകളിൽ വരെ പടികളുണ്ട്. കാർ പോയി മറഞ്ഞു. പക്ഷേ ആ പൊടി ഒരുപാട് കാലം നിലനിന്നു.
രാത്രി ജോളിമാഷിന്റെ വീട്. മേശപ്പുറത്ത് +2 ആപ്ലിക്കേഷൻ ഫോം. ഒരു വശത്ത് സയൻസ്, മറുവശത്ത് ഹ്യൂമാനിറ്റീസ്. കട്ടൻ കാപ്പിയുടെ മണം മുറിയിൽ ജോളിമാഷ് ഫോം വിരിച്ചു. മോനെ കുഞ്ഞുണ്ണി, നീ സയൻസ് എടുക്കും മോനെ, മാഷ് ഉറപ്പിച്ചു പറഞ്ഞു. കുഞ്ഞുണ്ണി തലയുയർത്തി നോക്കി. എന്തിനെന്നറിയോ? മാഷ് തുടർന്നു. ഡോക്ടറാകാൻ, എഞ്ചിനീയർ ആകാൻ, IAS ആകാൻ. സയൻസ് ആണ് മോനെ ഈ ലോകത്തിന്റെ താക്കോൽ. അത് കയ്യിൽ കിട്ടിയാൽ ആരും നിന്നോട് ജാതി ചോദിക്കില്ല. നിന്റെ മാർക്ക് മാത്രം നോക്കും. മാഷിന്റെ കണ്ണിൽ ഒരു സ്വപ്നം. നീ ലാബിൽ ഇരുന്ന് കണ്ടുപിടിക്കണം. അവർ തലകുഴിച്ച് നോക്കണം. കുഞ്ഞുണ്ണി ഫോം എടുത്ത് സയൻസിന്റെ മേൽ വിരവെച്ചു. പിന്നെ മാറ്റി. വേണ്ട സാർ. മുറി മുഴുവൻ നിശബ്ദമായി. എനിക്ക് ഹ്യൂമാനിറ്റീസ് എടുക്കണം. ജോളിമാഷ് ഞെട്ടി. എന്താ മോനെ? എനിക്ക് രാഷ്ട്രീയം അറിയണം സാർ. കുഞ്ഞുണ്ണിയുടെ ശബ്ദം ഉറച്ചു. എനിക്ക് സോഷ്യോളജി അറിയണം. എന്തുകൊണ്ട് എന്നെ പട്ടിയെപ്പൊളി ഇറക്കി വിട്ടതെന്ന് എനിക്കറിയണം. എന്തുകൊണ്ട് എൻ്റെ വീട് കത്തിച്ചതെന്നറിയണം. അവൻ എഴുന്നേറ്റ് നിന്നു. എനിക്ക് ചരിത്രം അറിയണം സാർ. ആരാണ് ഞാനെന്നറിയണം. എൻ്റെ മുൻപ് ആരൊക്കെ തോറ്റിയെന്നറിയണം. ആരൊക്കെ ജയിച്ചതെന്നറിയണം. മാഷൊന്നും മിണ്ടിയില്ല. കാപ്പി കുടിച്ചു. കുഞ്ഞുണ്ണി മാഷിൻ്റെ നേരെ നോക്കി. അങ്ങനെ എനിക്കൊരു പോലീസ് ആവണം സാർ. പോലീസ്? മാഷ് പതറി. കുഞ്ഞുണ്ണി പറഞ്ഞു. യൂണിഫോം ഇട്ടൊരു പോലീസ്, കയ്യിൽ നിയമമുള്ള പോലീസ്. അന്ന് മനക്കിൽ വന്ന് കാര്യസ്ഥന്റെ മുന്നിൽ നിന്ന് പറയാൻ, എടാ, ഇനി ഒരു ദളിതന്റെ വീടും കത്തിക്കില്ല. ഞാൻ ശാസ്ത്രം പഠിച്ച റോക്കറ്റ് ഉണ്ടാക്കിയിട്ട് എന്താ സാർ കാര്യം? എൻ്റെ അനിയത്തിയെ തെരുവിൽ തടയുന്നവരോട് ആരാ ചോദിക്കുക? ജോളിമാഷ് എഴുന്നേറ്റു. ജനാലയ അരികിലേക്ക് പോയി. പുറത്തിരിട്ട്. അവൻ പറഞ്ഞത് ശരിയാണ്. സയൻസ് കൊണ്ട് ഒരു പോലീസിനെ ലാത്തി തടയാനാവില്ല. എഞ്ചിനീയറിംഗ് കൊണ്ട് ഒരു കാര്യസ്ഥന്റെ വായടപ്പിക്കാനാവില്ല. ചരിത്രം വേണം, നിയമം വേണം, ധൈര്യം വേണം. മാഷ് തിരിഞ്ഞു. കണ്ണു നനഞ്ഞിരുന്നു. പക്ഷെ ചിരിച്ചു. ശരി മോനെ. മാഷ് ഫോം എടുത്തു. ഹ്യൂമാനിറ്റീസ് എന്നതിന് മുന്നിൽ ടിക്കടിച്ചു. നീ ജയിക്കും, മാഷ് പറഞ്ഞു. പക്ഷെ കേൾക്ക്, ഹ്യൂമാനിറ്റീസ് എളുപ്പമല്ല. അവിടെ നിന്റെ ചോദ്യം ചെയ്യും. നിന്റെ ജാതി ചോദ്യം ചെയ്യും. നിന്റെ ചരിത്രം ചോദ്യം ചെയ്യും. കുഞ്ഞുണ്ണി ചിരിച്ചു. ചോദിക്കട്ടെ മാഷെ, ഞാൻ ഉത്തരം പറയാൻ വന്നതല്ലേ? ആ വാർത്ത കേട്ട് രാഘവനും ദേവകിയും ഓടി വന്നു. മോനെ, പോലീസ്? രാഘവൻ ചോദിച്ചു. ഉമ്മപ്പ. നല്ലത് മോനെ. രാഘവൻ കരഞ്ഞു. ഞാൻ ജീവിതം മുഴുവൻ തല കുനിച്ചു. നീ യൂണിഫോം ഇട്ട് തല ഉയർത്തി നടക്ക്. ദേവകി മകനെ കെട്ടിപ്പിടിച്ചു. എൻ്റെ മോനെ, നീ നിയമം പഠിക്ക്. ആ നിയമം കൊണ്ട് ഞങ്ങളെ രക്ഷിക്ക്. കല്യാണി ഓടി വന്ന് ചോദിച്ചു. ചേട്ടാ, പോലീസായാലും എനിക്ക് തോക്ക് തരുമോ? തരില്ല കുട്ടി. കുഞ്ഞുണ്ണി ചിരിച്ചു. പക്ഷെ ധൈര്യം തരും. രാത്രി വൈകി. കുഞ്ഞുണ്ണി മേശപ്പുറത്തിരുന്നു. മുന്നിൽ +2 ഹ്യൂമാനിറ്റീസിന്റെ പുസ്തകം. ചരിത്രം, പൗരത്വം, സാമൂഹ്യശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം. ഡയറിയിൽ എഴുതി. ഇന്ന് ഞാനൊരു തീരുമാനമെടുത്തു. ഞാൻ സയൻസ് ഉപേക്ഷിച്ചു. കാരണം എൻ്റെ സമരം ലാബിലല്ല, നാട്ടിലാണ്. ഞാൻ പോലീസാവും. അവർക്ക് ലാത്തി ഉണ്ട് എങ്കിൽ എനിക്ക് നിയമമുണ്ടാകും. ജാതിയില്ലാത്ത ഒരു നാട് ഉണ്ടാക്കാൻ. ജോളിമാഷ് അടുക്കളയിൽ നിന്ന് കട്ടൻ കാപ്പി കൊണ്ടുവന്നു. മകന്റെ മുന്നിൽ വെച്ചു കൊടുത്തു. കുടിക്കും മോനെ, നിന്റെ യുദ്ധം തുടങ്ങി. രണ്ടുപേരും കാപ്പി കുടിച്ചു. പുറത്തു നിലാവ്, അകത്തെത്തി. ജോളിമാഷ് ഒരു ദിവസം പറഞ്ഞു. മോനെ, ഇനി നമ്മൾ നിനക്ക് നല്ലൊരു സ്കൂളിൽ ചേരണം. പട്ടണത്തിലെ സെന്റ് മേരീസ്. വലിയവർ പഠിക്കുന്ന സ്കൂൾ. ലാബുണ്ട്, ലൈബ്രറി ഉണ്ട്, എയർ ഫാൻ ഉണ്ട്. കുഞ്ഞിനെ തലതാഴ്ത്തി. വേണ്ട സർ. മാഷ് ഞെട്ടി. എന്താ മോനെ? ഞാൻ അവിടെ ചേർന്നാൽ, കുഞ്ഞുണ്ണി പറഞ്ഞു, അവിടെയും എനിക്ക് യുദ്ധം ചെയ്യേണ്ടി വരും. അവൻ മാഷിന്റെ കണ്ണിലേക്ക് നോക്കി. സർ, ഞാൻ സാധാ സ്കൂളിൽ പഠിച്ചു വലുതാകും. എത്ര വലിയവർ? അവൻ ചിരിച്ചു. മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ പഠിച്ചു വലുതായിട്ടുണ്ട്. എനിക്ക് AC വേണ്ട, എയർ ഫാൻ വേണ്ട. എനിക്ക് വേണ്ടത് മാഷുള്ളൊരു വരാന്ത മതി. ജോളിമാഷ് ഒന്നും പറഞ്ഞില്ല. മകന്റെ മനസ്സ് അവർ മനസ്സിലാക്കി. മാഷെ, കുഞ്ഞുണ്ണി പിന്നെയും പറഞ്ഞു, എനിക്ക് എൻ്റെ അമ്മയെയും അച്ഛനെയും അനിയത്തെയും കാണണം. അച്ഛനെ? അവൻ തല താഴ്ത്തി. അവൻ എന്നും കാണും, അവിടെ ജോലിക്ക് വരുമ്പോൾ. പക്ഷെ 2 ദിവസം അവരുടെ കൂടെ നിൽക്കാൻ പോകട്ടെ. ജോളിമാഷിന് നെഞ്ചു പിടഞ്ഞു. മകൻ വീട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നു. രക്തത്തിന്റെ അടുത്തേക്ക്. പോകും മോനെ, മാഷ് പറഞ്ഞു. ശബ്ദം വിറച്ചു. കുഞ്ഞുണ്ണി പോയി. ജോളിമാഷിന്റെ വീട് ശൂന്യമായി. മേശപ്പുറത്ത് പുസ്തകമുണ്ട്. പക്ഷേ കാപ്പി ആരും ചോദിക്കുന്നില്ല. വരാന്ത ശൂന്യം. ബ്ലാക്ക് ബോർഡ് ശൂന്യം. ആദ്യമായി മാഷിന് ഒറ്റപ്പെടാൻ അനുഭവപ്പെട്ടു. അവൻ പുറത്ത് ഇറങ്ങി നടന്നു. ആരോടും മിണ്ടിയില്ല. രാത്രി ഒറ്റയ്ക്ക് കിടന്നു. മേൽക്കൂരയിലെ ഓടയിലേക്ക് നോക്കി. മോനെ, മോനെ എന്ന് വിളിക്കാൻ ആരുമില്ല. അതേസമയം അമ്പഴക്കാടിന്റെ അരികിൽ ഓലക്കൊടിയിൽ രാഘവൻ വാതിൽ തുറന്നു. മോനെ. കുഞ്ഞുണ്ണി ഓടിച്ചെന്ന് അപ്പന്റെ കാറ് പിടിച്ചു. അപ്പ. ദേവകി ഓടി വന്നു മകനെ ആവോളം ചേർത്ത് പിടിച്ചു. എന്റെ കുഞ്ഞെ, എന്റെ രാജകുമാര. അവളുടെ കണ്ണീർ അവന്റെ തലയിൽ വീണു. കല്യാണ ചേട്ടന്റെ കൈ പിടിച്ചു. ചേട്ടാ, സ്കൂൾ എങ്ങനെയുണ്ട്? അന്ന് വീട്ടിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അടുക്കളയിൽ നിന്ന് മീൻചാറിന്റെ മണം. രാഘവൻ ചന്തയിൽ പോയി മീൻ വാങ്ങി. മോൻ വരുന്നുണ്ടല്ലോ. ദേവിജി ചാറ് വെച്ചു. നെയ്യിൽ അപ്പം ചുട്ടു. ആദ്യമായി ആ കുടിലിൽ മീൻചാർ പുകഞ്ഞു. 4 പേർ, ഒരു ഓല മേൽക്കൂര, ഒരു മണ്ണെണ്ണ വിളക്ക്. രാഘവൻ മകന് ചോറ് വിളമ്പി.
മോനെ ധാരാളം കഴിക്ക്. ദേവയ്ക്ക് തലയിൽ തലോടി. എന്റെ മോൻ പോലീസ് ആവുമല്ലേ? കല്യാണം ചിരിച്ചു. ചേട്ടാ, എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോകുമോ? കുഞ്ഞുണ്ണി കഴിച്ചു, കരഞ്ഞു, ചിരിച്ചു. ഇത്രയും സന്തോഷം അവൻ മാഷിന്റെ വീട്ടിൽ പോലും അനുഭവിച്ചിട്ടില്ല. രാത്രി 4 പേരും ഒരു പായയിൽ കിടന്നു. മുകളിൽ ഓല, ചുറ്റുമിരുട്ട്, അകത്ത് വെളിച്ചം. രാഘവൻ പറഞ്ഞു, മോനെ നീ പോക്, വലുതാക്, പക്ഷേ ഞങ്ങളെ മറക്കരുത്. മറക്കില്ലപ്പാ, കുഞ്ഞുണ്ണി പറഞ്ഞു. നിങ്ങളാണ് എന്റെ ബലം. ദേവിക്ക് മകന്റെ നെഞ്ചിൽ തലവെച്ചു. ഉറങ്ങു കുഞ്ഞെ, അമ്മയുണ്ട് കൂടെ. കല്യാണ ചേട്ടനിക്കായി മുറുകെ പിടിച്ചു ഉറങ്ങി. ആ കുടിൽ അന്ന് സ്വർഗമായിരുന്നു. അവർ 4 പേർ മാത്രം. ജാതിയില്ല, പണമില്ല, പക്ഷെ സ്നേഹമുണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞു. കുഞ്ഞുണ്ണി തിരിച്ചു പോകാൻ ഇറങ്ങി. ദേവയ്ക്ക് കരഞ്ഞു. വേഗം വാ മോനെ. രാഘവൻ മകന്റെ തോളിൽ കൈവച്ചു. പോയി ജയിക്കും മോനെ, ഞങ്ങൾ ഇവിടെയുണ്ട്. കുഞ്ഞുണ്ണി ജോളിമാഷിന്റെ വീട്ടിലേക്ക് നടന്നു. പിന്നിൽ നോക്കിയില്ല. നോക്കിയാൽ തിരിച്ചു പോകേണ്ടി വരും. ജോളിമാഷ് ഗേറ്റിൽ നിൽക്കുകയായിരുന്നു. മകനെ കണ്ടപ്പോൾ ഓടി വന്നു. വന്നു മോനെ, വന്നു മാഷേ. 2 പേര് കെട്ടിപ്പിടിച്ചു. മാഷിന്റെ കണ്ണ് നനഞ്ഞു. സോറി, കുഞ്ഞുണ്ണി പറഞ്ഞു, മാഷിനെ ഒറ്റയ്ക്കാക്കി പോയതിന്. ഒറ്റയ്ക്കല്ല മോനെ, മാഷ് ചിരിച്ചു. നീ പോയപ്പോൾ ഞാൻ മനസ്സിലാക്കി, നീ എന്റെ മകൻ മാത്രമല്ല, നീ അവരുടെയും മകനാണ്. അന്ന് രാത്രി വീണ്ടും കട്ടൻ കാപ്പി, വീണ്ടും പഠിത്തം. പക്ഷെ 2 പേർക്കും അറിയാം, ആ കുടിലിൽ ഒരു സ്വർഗമുണ്ട്. അവിടെ 4 പേരുണ്ട്. +2 തുടങ്ങാൻ ആളുകൾ എണ്ണി. ഒരു ദിവസം ജോളിമാഷ് പറഞ്ഞു, മോനെ എണീക്ക്, നമുക്ക് പട്ടണം വരെ പോകണം. ഇവിടേക്ക് അച്ഛാ, ബുക്ക് വാങ്ങാൻ, ബാഗ് വാങ്ങാൻ, കുട വാങ്ങാൻ. കുഞ്ഞുണ്ണിയുടെ കണ്ണു വിടർന്നു. പട്ടണത്തിലെ വലിയ കട, ഷെൽഫിൽ മുഴുവൻ പുസ്തകം, നിറം ബാഗുകൾ. കുഞ്ഞുണ്ണി വായ പൊളിച്ചു നോക്കി. ഇതൊക്കെ ഒരു അത്ഭുതമായിരുന്നു അവന്. ചെറുപ്പം മുതൽ അവന്റെ ബാഗ് എന്നത് അമ്മ തുണികൊണ്ട് തുന്നി തന്ന സഞ്ചിയായിരുന്നു. കുട എന്നത് ചേമ്പിലയായിരുന്നു. ഇപ്പോൾ ഇവിടെ സിബുള്ള ബാഗ്, നീലക്കുട. മാഷ് ഒരു നീല ബാഗ് എടുത്തു. ഇത് ഇഷ്ടമായോ മോനെ? മാഷേ, അവൻ തലയാട്ടി. പിന്നെ ഒരു കുട, കറുപ്പ് നിറം. ഇനി മഴ കൊള്ളണ്ട മോനെ. ബില്ലടിക്കാൻ നേരത്തെ മാഷ് പിന്നെയും ഒരു ബാഗ് എടുത്തു, ചെറുത്, പിങ്ക് നിറം. ഇതാർക്കാ മാഷേ? നിന്റെ അനിയത്തിക്ക്. മാഷ് ചിരിച്ചു. കല്യാണിക്കും ഒരു പുത്തൻ കൂടെ വാങ്ങാം. കുഞ്ഞുണ്ണിക്ക് തൊണ്ടയിടഞ്ഞു. അവന് മാത്രമല്ല, അനിയത്തിക്കും കൂടി. അവൻ മാഷിന്റെ കൈ മുറുക്കെ പിടിച്ചു. നന്ദി മാഷേ. സാധനങ്ങൾ വാങ്ങി വീട്ടിൽ വന്നു. കുഞ്ഞുണ്ണി ബാഗ് തുറന്നു. പുസ്തകം അടുക്കി വെച്ചു. പിന്നെ ആ ബാഗ് മണത്തു നോക്കി. നല്ല പുതുമണം, പ്ലാസ്റ്റിക്കിന്റെയും പുതിയ തുണിയുടെയും മണം. അവൻ ആ മണം ആവോളം ശ്വസിച്ചു. ഇത് ദാരിദ്ര്യത്തിന്റെ മണമല്ല, ഇത് പ്രതീക്ഷയുടെ മണമാണ്. അന്ന് തന്നെ രാഘവൻ ഹോട്ടലിൽ വന്നു. കുഞ്ഞുണ്ണി പുത്തൻ കുടയും ബാഗും അപ്പന്റെ കയ്യിൽ കൊടുത്തയച്ചു. അപ്പ, ഇത് കല്യാണിക്ക് കൊടുക്ക്. അമ്മയോട് പറ, ചേമ്പിലെ കുട ഇനി വേണ്ട എന്ന്. രാഘവൻ സാധനങ്ങൾ വാങ്ങി. കണ്ണ് നനച്ചു. ശരി മോനെ. പിറ്റേ ദിവസം +2 1ാം ക്ലാസ്. കുഞ്ഞുണ്ണി ഇറങ്ങി. പുതിയ ഷർട്ട്, പുതിയ മുണ്ട്, തോളിൽ നീല ബാഗ്, കയ്യിൽ കൂട. സാധാ സ്കൂൾ ഗേറ്റിൽ നിൽക്കുന്ന ഹെഡ് മാസ്റ്റർ, ടീച്ചർമാർ, കുട്ടികൾ എല്ലാവരും നോക്കി. ഹെഡ് മാസ്റ്റർ മുന്നോട്ട് വന്നു. നീയാണോ കുഞ്ഞുണ്ണി, ജില്ലയിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയവൻ? അതെ സർ. ഹെഡ് മാസ്റ്റർ ചിരിച്ചു. വാ മോനെ, നിന്റെ ക്ലാസ് ഇതാ. അവനെ കൈപിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. എല്ലാ കുട്ടികളും എഴുന്നേറ്റ് നിന്നു. കുട്ടികളെ, ടീച്ചർ പറഞ്ഞു, ഇത് നമ്മുടെ കുഞ്ഞുണ്ണി. അവൻ നമ്മുടെ അഭിമാനമാണ്. കയ്യടി. കുഞ്ഞുണ്ണി നിന്നു. അവന്റെ കാറി വിറച്ചു. ഇതുവരെ അവനെ ആരും അഭിമാനം എന്ന് വിളിച്ചിട്ടില്ല. എല്ലാവരും ദളിതൻ എന്നാണ് വിളിച്ചത്. അവന് ഒരു ബെഞ്ച് കിട്ടി. ആദ്യ ബെഞ്ച്. അടുത്ത 2 കുട്ടികൾ. ഹായ്. ഒരാൾ കൈനീട്ടി. ഞാൻ അരുൺ. ഞാൻ സുമ. മറ്റേ കുട്ടി ചിരിച്ചു. കുഞ്ഞുണ്ണി ആ കൈ പിടിച്ചു. അവരുടെ കൈ വൃത്തിയുള്ളതായിരുന്നു. അവന്റെ കൈ കരിയുള്ളതായിരുന്നു. പക്ഷെ ആരും മുഖം തിരിച്ചില്ല. ടീച്ചർ പാഠം തുടങ്ങി. പൗരത്വം. ആരാണ് ഒരു പൗരൻ? ടീച്ചർ ചോദിച്ചു. കുഞ്ഞുണ്ണി കൈ പൊക്കി. ഹറമോനെ. സർ. അവൻ എഴുന്നേറ്റ് നിന്നു. ഒരു പൗരൻ എന്ത് ജാതി നോക്കിയല്ല, അവന്റെ നെഞ്ചിലെ തീ നോക്കിയാണ്. ക്ലാസ് മുഴുവൻ നിശബ്ദമായി. പിന്നെ വീണ്ടും കയ്യടി. ടീച്ചറുടെ കണ്ണു നനഞ്ഞു. വൈകുന്നേരം സ്കൂൾ വിട്ടു. കുഞ്ഞിൻ നീലക്കുട മേടിച്ചു പിടിച്ചു. മഴ പെയ്തില്ല. പക്ഷെ അവൻ കുട പിടിച്ചു നടന്നു. ജോളിമാഷ് ഗേറ്റിൽ കാത്തു നിൽക്കുകയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു മോനെ? മാഷേ, കുഞ്ഞുണ്ണി പറഞ്ഞു. ഇന്നാദ്യമായി ആരും എന്നോട് ജാതി ചോദിച്ചില്ല. മാഷ മകന്റെ തലയിൽ തലോടി. പറഞ്ഞില്ല മോനെ, നീ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ പഠിച്ച് വലുതാകും. വീട്ടിൽ ചെന്ന് ബാഗ് മേശപ്പുറത്ത് വെച്ചു. വീണ്ടും മണത്തു നോക്കി. പുതുമണം, ഒരു സ്വപ്നത്തിന്റെ മണം.